ഈ വർഷം ഓഗസ്റ്റ് 17 ഞായറാഴ്ച മുതൽ ചിങ്ങമാസം ആരംഭിക്കുകയാണ്. 17/8/25 മുതൽ 16/8/26 വരെ നീളുന്ന 1201 ആണ്ടിലെ മിഥുനം രാശിക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളായ മകേരം അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ ഇവർക്ക് 1201 ആണ്ട് എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്. സുഖദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. ഇവരുടെ 7ഉം 10ഉം ഭാവാധിപനായ ഗുരു ജന്മത്തിലും 8ഉം 9ഉം ഭാവാധിപനായ ശനി 10ലും രാഹു 9ലും കേതു 3ലും ആണ് നിൽക്കുന്നത്. പ്രധാന ഗ്രഹങ്ങളിൽ 3 ഗ്രഹവും അത്ര ഗുണകരമായ സ്ഥാനത്ത് അല്ല ചാരവശാൽ വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് 1201 എന്ന് തന്നെ പറയാം. കർമ്മഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. കണ്ടകസ്ഥാനത്ത് ആണ് ശനി ഉള്ളത്. കർമ്മഭംഗത്തിന് സാധ്യതയുണ്ട്. കർമ്മ തടസ്സത്തിന് സാധ്യതയുണ്ട്. എങ്കിലും തൊഴിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതയും തടസ്സവും സ്ഥാനഭ്രംശവും ഒക്കെ ഉണ്ടായി എന്ന് വരാം. വ്യാഴം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊല്ലം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. പ്രശ്നങ്ങളെ ഒക്കെ തരണം ചെയ്യുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക ചിലവിനും ബന്ധുമിത്രാദികളുമായുള്ള ഭിന്നതയ്ക്കും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് 1201 ആണ്ട്. 2025 ഒക്ടോബർ അതിചാരത്താൽ വ്യാഴം 2ലേക്ക് മാറുമ്പോൾ ഇവർക്ക് ഈശ്വരാധീനം കൂടുന്നതാണ്. ഈ സമയത്ത് നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ധനസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ ധനസ്ഥിതി മെച്ചപ്പെടും. കിട്ടാക്കടം ലഭിക്കുന്നതാണ്. സുഹൃത്ത് സഹായവും ഈ സമയത്ത് ഉണ്ടായിരിക്കും. സംരംഭം തുടങ്ങുന്നതിനും ഉള്ള സംരംഭത്തിൽ ലാഭം ഉണ്ടാക്കുന്നതിനും നേട്ടം ഉണ്ടാക്കുന്നതിനും ബിസിനസ് പുരോഗതിക്കും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ജോലി കിട്ടുന്നതായിരിക്കും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. വിവിധ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ വന്നു ചേരും. കുടുംബ സൗഖ്യവും ഉണ്ടായിരിക്കും. 2ാം ഭാവത്തിൽ വ്യാഴം, അതായത് കർക്കടത്തിൽ ഉച്ചസ്ഥനായി വ്യാഴം നിൽക്കുമ്പോൾ സകല കാര്യങ്ങൾക്കും ഇവർക്ക് നേട്ടം ഉണ്ടായിരിക്കും. സകലവിധ ഗുണങ്ങളും വന്നു ചേരുന്നതാണ് ഈ സമയം. ഡിസംബർ പകുതിയോടെ വീണ്ടും ജന്മത്തിലേക്ക് തന്നെ വ്യാഴം വരുമ്പോൾ ഗുണം അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ സമയത്ത് ധനനഷ്ടത്തിനും ഭൂമി നഷ്ടത്തിനും ക്രയവിക്രയങ്ങളിൽ ലാഭക്കുറവ് ഉണ്ടാകുവാനോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. വ്യാപാര നഷ്ടവും സാധ്യതയുള്ളതായി കാണുന്നു. ചിന്തിക്കാതെ ഒരു പ്രവർത്തനത്തിലും മുന്നിട്ടിറങ്ങരുത്. എടുത്തുചാട്ടം ഒഴിവാക്കുന്നത് നല്ലതാണ്. ക്ഷമയോടെ പ്രവർത്തിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യുന്നതാണ്. ശനി 10ൽ കണ്ടകസ്ഥാനത്താണ് ഉള്ളത് എന്നതുകൊണ്ട് ഗുണമില്ലെങ്കിലും ശനി വക്രഗതിയിലായതിനാൽ ആദ്യത്തെ 4 മാസത്തോളം ഇവർക്ക് ഗുണകരമാണ്. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ശനീശ്വരനിൽ നിന്ന് ഗുണഫലങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടായിരിക്കുക. ഈ സമയത്ത് തൊഴിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും അംഗീകാരവും ശരീരസുഖവും വസ്തുലാഭവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2025 ഡിസംബർ പകുതിക്ക് ശേഷം ജൂൺ മാസം തുടങ്ങുന്നത് വരെ ഇവർക്ക് അത്ര ഗുണകരമല്ല. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ 3ഉം അശുഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ദോഷം കൂടിയും ഗുണം കുറഞ്ഞുമാണ് ഉണ്ടാവാൻ സാധ്യത. കേതു മാത്രമാണ് ഇഷ്ടഭാവത്തിൽ അപ്പോൾ ഉണ്ടായിരിക്കുക. മനസ്സ് ചഞ്ചലപ്പെടുവാനും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാകുവാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനും അസ്വസ്ഥതകൾക്കും എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് ഈ കാലഘട്ടങ്ങളിൽ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുക. 2025 ഡിസംബർ മുതൽ 26 ജൂൺ വരെ പ്രധാനമായും ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും നടത്തേണ്ടതുണ്ട്. ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും ശാസ്താക്ഷേത്ര ദർശനം നടത്തുവാനും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. കൂടാതെ
മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും പാൽപ്പായസം കഴിപ്പിക്കുന്നതും ഒക്കെ ഇവർക്ക് ഗുണകരമാണ്. നാഗദോഷത്തിന് പരിഹാരമായി ആയില്യനാളിൽ 100 പാലും കൊടുക്കുന്നതും ഇവർക്ക് ദോഷം കുറഞ്ഞു കിട്ടുവാൻ സാധ്യതയുണ്ട്. 2026 ജൂൺ മാസം മുതൽ ഇവർക്ക് ഈശ്വരാധീനം കൂടുതലുള്ളതിനാൽ കണ്ടകശനിയുടെ ദോഷം അത്ര ബാധിക്കുന്നതല്ല. എങ്കിലും 1201 ആണ്ട് മുഴുവനും ശനി കണ്ടകസ്ഥാനത്ത് തന്നെ ആയതുകൊണ്ട് ശനീശ്വരനെ തുടർന്നും പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം മിഥുനക്കൂറുകാർക്ക് എന്ന് പറയാമെങ്കിലും ഗുണത്തിനാണ് അല്പം കൂടുതൽ സാധ്യതയുള്ളത്. ഈശ്വര പ്രാർത്ഥനയും ദോഷപരിഹാരവും ഒക്കെ യഥാവിധി ചെയ്ത് ഗുണകരമായ ഒരു വർഷമായിരിക്കും 1201 ആണ്ട്.